നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ട്രിപ്പിന്റെ റേറ്റ് എത്ര നമുക്ക് ചോദിക്കാം. അതായത് ബസ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടാതെ എല്ലാ ഹോട്ടൽ റൂമുകളും ഓൺലൈനിൽ കിട്ടുന്ന പ്രൈസിനേക്കാളും ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ ഇവിടെ ചെയ്തു തരുന്നതാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അതേപോലെ തന്നെ അവിടെ റെഡി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പോയത്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നല്ല യാത്രയായിരുന്നു, നല്ല സർവീസ് ആയിരുന്നു, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. യാത്ര കഴിഞ്ഞ് വന്നതിന്റെ ഇവിടുന്നുള്ള സന്തോഷം നമുക്കൊന്ന് അഴിച്ചു കാണുകയും ചെയ്യാം. നമസ്കാരം. 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 നമ്മളിപ്പോ ബ്രഹ്മമംഗലത്താണ് നിൽക്കുന്നത്. ഇപ്പൊ ബ്രഹ്മംഗലത്താണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് പോകാൻ പോകും. യാത്ര ആ സ്ഥലം എവിടാ? ബാലി. എന്നാ പോന്നെ? ഫെബ്രുവരി 17 തൊട്ട് 21 വരെ ബാലിയിലാണ്. ഞങ്ങൾ ഒന്നിച്ചു പോകുന്നുണ്ട്. കൂട്ടത്തിൽ നിങ്ങളുണ്ട്. അതിന്റെ വിശേഷങ്ങൾ അറിയാം. ഓക്കെ, ഭാഗത്തേക്ക് പോവാം. ഹൈ, നമസ്കാരം. നമുക്കിതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. പേരെന്തുവായിരുന്നു? എൻ്റെ പേര് ശ്രീലക്ഷ്മി. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഓലിപ്പറമ്പിൽ ഡ്രീംസ്കേപ്പ് ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, നമ്മളിപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്? നമുക്ക് വേൾഡ് വൈഡ് ടൂർസ് എല്ലാം അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പുകളുണ്ട്, ഇന്ത്യൻ ട്രിപ്പുകളുണ്ട്, കൂടാതെ കേരള ട്രിപ്സും അവൈലബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ട്രിപ്പിന്റെ റേറ്റ് എത്ര നമുക്ക് ചോദിക്കാം. ഏകദേശം ഈ ട്രിപ്പിന്റെ റേറ്റ് എത്ര? സാറേ, നമ്മുടെ ഈ ട്രിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡഡ് ആണ്, വിസയുണ്ട്, 4 സ്റ്റാർ അക്കോമഡേഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് മലയാളി ടൂർ ഗൈഡായ ഞാനുണ്ട്, അവിടെ ഒരു ലോക്കൽ ടൂർ ഗൈഡ് ഉണ്ട്. ഫുൾ മീൽ പ്ലാനും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. കൂടാതെ ബാലിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൈസ് ടെറസ്, ഹോളി ഷിപ്പ് ടെമ്പിൾ, സൺസെറ്റ് ടെമ്പിൾസ്, പിന്നെ നമുക്ക് മങ്കീസ് ആയിട്ട് അവിടുത്തെ നേറ്റീവ്സ് ഡാൻസ് ചെയ്യുന്ന കെച്ചക് ഡാൻസ് എല്ലാം നമുക്ക് അവിടെ ചെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ തന്നെ നമ്മുടെ ഒരു നേരത്തെ ലഞ്ച് എന്ന് പറയുന്നത് സീ ഫുഡ് ലഞ്ചാണ്. അത് നമുക്ക് ജിംബാര ബീച്ചിൽ വെച്ചിട്ടാണ് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ധാരാളം വാട്ടർ ആക്ടിവിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിനകത്ത് നമ്മുടെ പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബനാന ട്രിപ്പാണ്. അപ്പോൾ എല്ലാവിധ ഫേമസ് ആയിട്ടുള്ള എല്ലാ സ്പോട്ടുകളും നമ്മൾ ഈ ട്രിപ്പിനകത്ത് കവറപ്പ് ചെയ്യുന്നു. എത്ര ദിവസമാണ് നമുക്ക് പോകേണ്ടത്? 5 ഡേയ്സും 4 നൈറ്റും ആണ് നമ്മുടെ ട്രിപ്പ് വരുന്നത്. പ്രൈസ് എന്ന് പറഞ്ഞേ? നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് 75,000 അഥവാ 75,000 രൂപയാണ് പെർ ഹെഡിന് വരുന്നത്. അപ്പൊ ഫെബ്രുവരി 17 തൊട്ട് നമ്മളുണ്ട്, 21 വരെ നമ്മളുണ്ട് ട്രിപ്പിൽ. ശ്രീലക്ഷ്മി ഉണ്ട്, നമ്മളുണ്ട്, നിങ്ങളും ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ടാവണം. അതെ. ഒരു ഓഫർ ഉണ്ടല്ലോ. ഒരു ഓഫർ ഉണ്ട്, അതിപ്പോ പറയും നമ്മുടെ വീഡിയോ കണ്ടിട്ട്. എന്താണ് നമ്മുടെ ഓഫർ? നമ്മുടെ ഡയൽ കേരള വീഡിയോ കണ്ടിട്ട് ആദ്യം ബുക്ക് ചെയ്യുന്ന 11 പേർക്ക് 2000 രൂപയുടെ ഓഫറും പിന്നീട് ബുക്ക് ചെയ്യുന്നവർക്ക് 1000 രൂപയുടെ ഓഫറും നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ അങ്ങനെ കിട്ടും. അപ്പൊ വിളിക്കുന്നവർ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് പറഞ്ഞാൽ മാത്രം മതി. ഈ വീഡിയോയുടെ നമ്പർ ഉണ്ട്, കമന്റ് ബോക്സിൽ നമ്പർ ഉണ്ട്, വിളിച്ചാൽ മതി. ഇത് കൂടാതെ എന്തൊക്കെ ഫെസിലിറ്റി ഇവിടെ കൊടുക്കുന്നത്? നമുക്ക് ഓലിപ്പറമ്പിൽ ഡ്രീംസ്കേപ്പ് ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന് എല്ലാവിധ ടിക്കറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. അതായത് ബസ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, അത് ലോ കോസ്റ്റ് പാക്കേജസ് ആയിട്ടും പ്രീമിയം പാക്കേജസ് ആയിട്ടും നമുക്കിവിടെ. കൂടാതെ എല്ലാ ഹോട്ടൽ റൂമുകളും, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹോട്ടലുകളുടെയും ഹോട്ടൽ റൂംസ് നമുക്ക് അവൈലബിൾ ആണ്. 24/7 നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അത്യാവശ്യമായിട്ടൊരു ഹോട്ടൽ റൂം വേണമെങ്കിൽ ജസ്റ്റ് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഓൺലൈനിൽ കിട്ടുന്ന പ്രൈസിനേക്കാളും ബെസ്റ്റ് പ്രൈസിൽ നമ്മളിവിടെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഹോട്ടലുകളുമായിട്ട് ഒരു ടൈപ്പും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു കമ്പനിയാണിത്. ടൂർ പാക്കേജസിൽ വരുന്ന വിസ പ്രോസസ്സിംഗ് കൂടാതെ എല്ലാവിധ വിസ പ്രോസസ്സിംഗ് സർവീസസും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നതാണ്. ഈവൻ അമേരിക്കൻ വിസ വരെ നമ്മളിവിടെ ചെയ്യുന്നതാണ്. ഇവിടുന്ന് യാത്ര ചെയ്ത ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ ഇന്നലെ യാത്ര കഴിഞ്ഞ് രണ്ടുപേരെ ഒന്ന് പരിചയപ്പെട്ടാലോ? നമസ്കാരം സാറേ. നമസ്കാരം. എൻ്റെ പേര് സണ്ണി ജോസഫ്. ഞാൻ UK ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് കഴിഞ്ഞ 20 വർഷമായിട്ട്. സാറ് ഇപ്പോൾ ഇവരുടെ യാത്ര കഴിഞ്ഞ് എപ്പോഴാണ് വന്നത്? ഞാൻ ഈ ലാസ്റ്റ് നൈറ്റിൽ വന്നതേ ഉള്ളൂ. എവിടേക്കാണ് പോയത്? ഞങ്ങൾ ഇവിടുന്ന് ആദ്യം പോയത് വാരണാസിയിൽ നിന്ന് ഞങ്ങൾ വീണ്ടും അയോധ്യയ്ക്ക് പോയി. രാംലല്ല പുതിയ അമ്പലമൊക്കെ കണ്ടു. അവിടുന്ന് ഞങ്ങൾ അമൃത്സറിന് പോയി. അവിടെ ഗോൾഡൻ ടെമ്പിള്, ജാലിയൻ വാല ബാഗ്, പണ്ട് കൂട്ടക്കൊല നടന്ന സ്ഥലങ്ങൾ അതെല്ലാം കണ്ട്. എത്ര ദിവസം യാത്രയായിരുന്നു? അത് ഞങ്ങൾ 4 നൈറ്റ് 5 ഡേയ്സ്. 4 നൈറ്റ് 5 എങ്ങനെയുണ്ടായിരുന്നു യാത്ര? വളരെ വളരെ നല്ലതായിരുന്നു, നല്ലൊരു ഫീലായിരുന്നു. ഞങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വാരണാസി എന്ന് പറഞ്ഞാൽ കാശി എന്നാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പം അവിടുത്തെ ക്രമേഷനും കാര്യങ്ങളും ഇതെല്ലാം കണ്ട്, പിന്നെ ഗംഗ ആരതിയൊക്കെ വെരി ബ്യൂട്ടിഫുൾ ആണ്. എങ്ങനെയുണ്ട് ഇവരുടെ സപ്പോർട്ട്? ഇവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ ഇതൊരു ടൈലർ മെയ്ഡ് ടൂർ പരിപാടിയായിരുന്നു. അപ്പം ഇതൊരു പാക്കേജ് അല്ലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഞാനിങ്ങനെ ഇവരുടെ കമ്പനിയോട്, രഞ്ജിത്തിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരാണിത് ശരിയാക്കി തന്നത്. ഇതെല്ലാം ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത്. ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ചെന്നിടത്തൊക്കെ നമ്മൾക്ക് ആൾക്കാരുണ്ടായിരുന്നു, ഡ്രൈവർ, ടാക്സി എല്ലാവരും ഉണ്ടായിരുന്നു. എയർപോർട്ടിലാണെങ്കിൽ അവർ നമ്മളെ സ്വീകരിക്കാനായിട്ട് അവരുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അതേപോലെ തന്നെ അവിടെ റെഡി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പോയത്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നല്ല യാത്രയായിരുന്നു, നല്ല സർവീസ് ആയിരുന്നു, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല.
ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. ചെന്നിടത്തെല്ലാം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഭാഷയ്ക്കാണെങ്കിലും അവർക്ക് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാം, അതുകൊണ്ട് ഭാഷയ്ക്കും കുഴപ്പമില്ലായിരുന്നു. എല്ലാം നല്ല സർവീസായിരുന്നു. അടുത്ത യാത്ര ഇനി ഉണ്ടോ? അടുത്ത യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഏതാണെന്ന് തീരുമാനിച്ചില്ല. അപ്പം ഇവരെല്ലാം വാക്കുകൾ കേട്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ഇവിടുന്നുള്ള സന്തോഷം നമുക്കൊന്ന് അഴിച്ച് കാണുകയും ചെയ്യാം. അയോധ്യ പോയ സ്ഥലത്തിൽ ഇവർ രണ്ടുപേരും നിൽക്കുന്ന ഫോട്ടോയാണ്